അതേപോലെ ആൽക്കൈൻസിൻ്റെ സ്ട്രക്ചർ എന്താണ് ജനറൽ ഫോർമുല? CnH2n-2 ട്രിപ്പിൾ ബോണ്ട് കാണും, ഒരെണ്ണമെങ്കിലും കുറഞ്ഞത്. അപ്പോൾ എങ്ങനെയാണ് ട്രിപ്പിൾ ബോണ്ട് ഉണ്ടാവുക? കാർബൺ ആറ്റം ഈസ് sp ഹൈബ്രിഡൈസ്ഡ്. അപ്പോൾ 2 sp ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽസ് ഉണ്ടാവും. ഇറ്റ് ഈസ് ലീനിയർ. രണ്ടാമത്തെ കാർബൺ ആറ്റത്തിലും, അതായത് ട്രിപ്പിൾ ബോണ്ട് ഉണ്ടാവുന്ന 2 കാർബൺ ആറ്റത്തിലും sp ഹൈബ്രിഡൈസേഷൻ. അപ്പോൾ ഇതിൽ ഒരു അൺഹൈബ്രിഡൈസ്ഡ് py ഓർബിറ്റൽ pz ആയിരിക്കും ഇവിടെ ജോയിൻ ചെയ്യുക. അപ്പോൾ px ഓർബിറ്റൽ, ഒരു അൺഹൈബ്രിഡൈസ്ഡ് py ഓർബിറ്റൽ, ഒരു px ഓർബിറ്റൽ, ഒരു py ഓർബിറ്റൽ. ഇത് രണ്ടും അൺഹൈബ്രിഡൈസ്ഡ്. pxും pxും കൂടെ സൈഡ് വൈസ് ആയിട്ട് ഓവർലാപ്പ് ചെയ്തു. pyയും pyയും കൂടെ സൈഡ് വൈസ് ആയിട്ട് ഓവർലാപ്പ് ചെയ്തു. അപ്പോൾ sp ഓർബിറ്റൽസ് ഓവർലാപ്പ് ചെയ്തുണ്ടായ സിഗ്മ ബോണ്ട്, ഇവിടെ ഒരു ഹൈഡ്രജൻ ജോയിൻ ചെയ്തു. അപ്പോൾ അവിടെ ഹൈഡ്രജൻ, അതും സിഗ്മ ബോണ്ട്. സൈഡ് വൈസ് ആയിട്ട് ഓവർലാപ്പ്, px ഓവർലാപ്പ് ചെയ്ത പൈ ബോണ്ട്, py ഓവർലാപ്പ് ചെയ്ത പൈ ബോണ്ട്. സ്ട്രക്ചർ ഓഫ് ട്രിപ്പിൾ ബോണ്ട് എന്ന് നമുക്ക് അറിയാവുന്ന കാര്യമാണ്, നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. Now how will you write the names? Nomenclature. എങ്ങനെ പേര് വരണം? YNE ചേർത്ത് പേര് പറയണം. YNE ചേർത്ത് പേര് പറയണം. അപ്പോൾ കുറഞ്ഞത് 2 കാർബൺ ആറ്റമെങ്കിലും വേണമല്ലോ. 2 കാർബൺ ആറ്റം ഉള്ളതിന് സ്ട്രക്ചർ എങ്ങനെ എഴുതും? CH ട്രിപ്പിൾ ബോണ്ട് CH. പേര് ഈഥൈൻ. കുറച്ചുകൂടെ വലുതാണെങ്കിൽ പ്രൊപ്പൈൻ. അപ്പോൾ ഈ ട്രിപ്പിൾ ബോണ്ടുള്ള ലോങ്ങസ്റ്റ് കാർബൺ ചെയിൻ കണ്ടുപിടിക്കുക. എന്നിട്ട് അതിനകത്തുനിന്ന് ആ ലോങ്ങസ്റ്റ് കാർബൺ ചെയിൻ, ട്രിപ്പിൾ ബോണ്ട് ഉൾപ്പെടുന്ന ലോങ്ങസ്റ്റ് കാർബൺ ചെയിൻ കണ്ടുപിടിക്കുക. ആ ട്രിപ്പിൾ ബോണ്ട് ഇരിക്കുന്ന കാർബൺ ആറ്റത്തിന് മിനിമം നമ്പർ കിട്ടുന്ന രീതിയിൽ നമ്പർ കൊടുക്കുക. എന്നിട്ട് പേര് പറയും. സബ്സ്റ്റിറ്റ്യൂവൻസ് ഉണ്ടെങ്കിൽ ട്രിപ്പിൾ ബോണ്ടിന് പ്രിഫറൻസ് കൊടുക്കുക. അതിനുശേഷം സബ്സ്റ്റിറ്റ്യൂവൻറ്റിനെ പറ്റി പറയാം. അപ്പോൾ അങ്ങനെയാണ് പേര് കൊടുക്കുക. ഫോർ എക്സാമ്പിൾ CH3, CCH3, CH ഇല്ല, C ട്രിപ്പിൾ ബോണ്ട് CH. പേരെങ്ങനെ പറയും? 1, 2, 3, 4. 3 methyl. 3 methyl. 1 butane. അല്ലെങ്കിൽ ബ്യൂട്ട് 1 YNE എഴുതണം. അല്ലെങ്കിൽ 1 butane എന്ന് എഴുതാം. BU ആണ് butane. So that is the nomenclature of alkynes. Now coming to the preparation of alkynes. Preparation. From calcium carbide. എന്താണ് കാൽഷ്യം കാർബൈഡ്? CaC2. കാൽഷ്യം കാർബൈഡ് വാട്ടറുമായിട്ട് മിക്സ് ചെയ്യും. You get C2H2 plus CaOH twice. കാൽഷ്യം കാർബണേറ്റ് എന്ന് പറഞ്ഞാൽ ലൈം സ്റ്റോൺ. ഹീറ്റ് ചെയ്യുക. അപ്പോൾ കാൽഷ്യം ഓക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡും ഉണ്ടാകും. കാൽഷ്യം ഓക്സൈഡും കാർബണും കൂടെ ഹീറ്റ് ചെയ്യുക. then we'll get CaC2. അപ്പോൾ 3 കാർബൺ. പിന്നെ കാൽഷ്യം കാർബൈഡ് ഉണ്ടായി. കാൽഷ്യം കാർബൈഡ് വാട്ടറുമായിട്ട് ചേർത്താൽ നമുക്ക് അസറ്റലീൻ പ്രിപ്പയർ ചെയ്യാം. അസറ്റലീൻ അഥവാ ഈഥൈൻ. ഇനി രണ്ടാമത്തേത് ഫ്രം വിസിനൽ ഡൈഹാലൈഡ്. എന്താണ് വിസിനൽ ഡൈഹാലൈഡ്?
2 ഹാലജൻ ആറ്റം ഉള്ളതാണ് ഡൈഹാലൈഡ്സ്. അത് 2 കാർബൺ ആറ്റവും 2 ഹാലജൻ ആറ്റവും അടുത്തടുത്തിരിക്കുന്ന 2 കാർബൺ ആറ്റങ്ങളിലാണെങ്കിൽ അതിനെ വിസിനൽ ഡൈഹാലൈഡ് എന്ന് വിളിക്കും. ഒരേ കാർബൺ ആറ്റത്തിലാണെങ്കിൽ ജെമിനൽ ഡൈഹാലൈഡ് എന്ന് വിളിക്കും. അപ്പോൾ ഒരു വിസിനൽ ഡൈഹാലൈഡ് CH2 Cl CH2 Cl. ഇതിനകത്തുനിന്ന് എന്നാ പോയാൽ നമുക്ക് CH ട്രിപ്പിൾ ബോണ്ട് CH കിട്ടുമായിരിക്കും. എന്തൊക്കെ പോകണം? 2 ഹൈഡ്രജനും 2 ക്ലോറിനും പോകണം. 2 ഹൈഡ്രജനും 2 ക്ലോറിനും എന്ന് പറഞ്ഞാൽ 2 HCl പോകണം. 2 HCl പോകണമെങ്കിൽ HCl പോകാനായിട്ട് നമ്മൾ ചെയ്യുന്ന റിയാക്ഷൻ എന്താണ്? ഡീഹൈഡ്രോഹാലജനേഷൻ. ഡീഹൈഡ്രോഹാലജനേഷൻ നടത്താൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന റിയേജന്റ് ഏതാണ്? ആൽക്കഹോളിക് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്. അല്ലെങ്കിൽ ആരോ മാർക്കിന്റെ മുകളിൽ നമ്മൾ ആൽക്കഹോളിക് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് എന്ന് എഴുതിയാൽ മതി. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ആൽക്കഹോളിക് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്. 2 സ്റ്റെപ്പിലായിട്ടാണ് റിയാക്ഷൻ പുസ്തകത്തിനകത്ത് കൊടുത്തിരിക്കുന്നത്. CH2Cl ആൽക്കഹോളിക് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്. ആദ്യം നമുക്ക് CHCl CH2 ആൽക്കീൻ ഹാലൈഡ് കിട്ടും. ട്രീറ്റഡ് വിത്ത് NaNH2 എന്ന് കൂടി പറഞ്ഞിട്ടുണ്ട്. സോഡിയം സോഡാമൈഡ് NaNH2 സോഡാമൈഡ്. ആദ്യം ആൽക്കഹോളിക് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ട്രീറ്റ് ചെയ്യുക. ഒരു HCl പോയി, -HCl, വീണ്ടും ഒരു HCl കൂടി പോയി. ഫിസിക്കൽ പ്രോപ്പർട്ടീസ് പറഞ്ഞല്ലോ. ഗ്യാസസ് ആണ്, ചെറിയ മോളിക്യൂളുകളൊക്കെ ഗ്യാസസ് ആണ്. പിന്നെ കാർബൺ ആറ്റത്തിൻ്റെ എണ്ണം കൂടുന്നതനുസരിച്ച് ലിക്വിഡാവും. പിന്നീട് വലിയ ഒരുപാട് കാർബൺ ആറ്റം വന്നു കഴിയുമ്പോഴേക്കും സോളിഡ് ആവും. വെള്ളത്തിനകത്ത് ഡിസോൾവ് ചെയ്യില്ല. ചാർജ് ഒന്നുമില്ലല്ലോ. വെള്ളത്തിനകത്ത് സൊലിബിലിറ്റി വളരെ കുറവാണ്. ഓർഗാനിക് സോൾവെന്റിനകത്ത് ഡിസോൾവ് ചെയ്യും. ദെൻ കെമിക്കൽ പ്രോപ്പർട്ടീസ് ഒന്നാമത് പറയുന്നത് ആസിഡിക് നേച്ചറാണ്. ആൽക്കൈൻസിന് ശകലം അസിഡിക് നേച്ചർ ഉണ്ട്. ആൽക്കൈൻസിനോ ആൽക്കീൻസിനോ ഇല്ലാത്ത ഒരു അസിഡിക് നേച്ചർ എവിടെയുണ്ട്? ആൽക്കൈൻസിനുണ്ട്. എന്തുകൊണ്ടാണ് അസിഡിക് നേച്ചർ? എന്താണ് അസിഡിക് നേച്ചർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? യു ഹാവ് സ്റ്റഡീഡ് വാട്ട് ആർ ആസിഡ്സ് ആൻഡ് ബേസസ് ഇൻ കെമിക്കൽ ഇക്വിലിബ്രിയം, അറീനിയസ് കൺസെപ്റ്റ്. നമ്മുടെ അസറ്റിലീൻ അസറ്റിലീൻ ആസിഡ് ആയത് എന്തുകൊണ്ട്? ബിക്കോസ് ഇറ്റ് ക്യാൻ ഡൊണേറ്റ് an H+. ആസിഡിനകത്തേക്ക് HCl-നകത്ത് H2SO4-നകത്തേക്ക് we add a metal, it will liberate hydrogen gas. ആസിഡിനകത്തേക്ക് ഒരു മെറ്റൽ ആഡ് ചെയ്താൽ അതെന്ത് ചെയ്യും? ഹൈഡ്രജൻ ഗ്യാസിനെ ലിബറേറ്റ് ചെയ്യും. സോ here also when we add sodium to acetylene, it will liberate hydrogen gas. ഹൈഡ്രജൻ ഗ്യാസ് ഉണ്ടായെന്ന് എങ്ങനെ അറിയും? കത്തിച്ചാൽ പോപ്പ് സൗണ്ട് അല്ലേ, കത്തും. അതുകൊണ്ട് അസറ്റിലീൻ ആസിഡാണ്. അപ്പോൾ അസിഡിക് നേച്ചർ കാണിക്കുന്ന റിയാക്ഷനാണ്. അസറ്റിലീൻ ആസിഡ് ആണെന്ന് കാണിക്കാനുള്ള റിയാക്ഷനാണ് ഇത്. എന്തുകൊണ്ട് ഈ സാധനം അസിഡിക്കായി? ഇതുപോലെ ഹൈഡ്രജൻ ആറ്റങ്ങളുണ്ടല്ലോ ആൽക്കീനകത്തും ഒക്കെ. പക്ഷെ അവരാരും ഇതുപോലത്തെ റിയാക്ഷൻസ് നടക്കുന്നില്ല. ട്രിപ്പിൾ ബോണ്ടുള്ള കാർബൺ ആറ്റത്തിൻ്റെ ഹൈബ്രിഡൈസേഷൻ എന്താണ്? sp ഹൈബ്രിഡൈസേഷനാണ്. ദാറ്റ് മീൻസ് 50% s ക്യാരക്ടർ, 50% p ക്യാരക്ടർ ഉള്ള ഒരു ഓർബിറ്റലാണ് അവിടെ ഉള്ളത്. 50% s ക്യാരക്ടറും 50% p ക്യാരക്ടറുമുള്ള ഒരു ഓർബിറ്റലാണ്. p ഓർബിറ്റൽ s ക്യാരക്ടർ കൂടുമ്പോൾ ആ ഓർബിറ്റലിന് പ്രത്യേകത എന്താണെന്ന് അറിയാം? ഇറ്റ് ഈസ് മോർ ഇലക്ട്രോനെഗറ്റീവ്. ഒരു sp ഹൈബ്രിഡൈസ്ഡ് കാർബൺ എന്ന് പറയുന്നത് ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുതലായിരിക്കും. ഇത് അറ്റാച്ച് ചെയ്തിരിക്കുന്ന രണ്ടാമത്തെ ആറ്റത്തിലേക്ക് അവിടെയുള്ള ബോണ്ടഡ് ഇലക്ട്രോണിനെ അത് തൻ്റെ സൈഡിലേക്ക് വലിക്കും. അപ്പോൾ എന്ത് സംഭവിക്കും? ഈ ബോണ്ടിലുള്ള ഇലക്ട്രോൺസ്
സി ട്രിപ്പിൾ ബോണ്ട് സി എച്ച് എന്നും പറഞ്ഞല്ലേ നിൽക്കുന്നത്. അപ്പോൾ ഈ ബോണ്ടിലുള്ള ഇലക്ട്രോൺസിന് ഈ കാർബൺ ആറ്റത്തിലേക്ക് ഒരു ഷിഫ്റ്റ് ഉണ്ട്, ഇങ്ങോട്ടേക്ക് വലിഞ്ഞാണ് നിൽക്കുന്നത് ഇലക്ട്രോൺസ്. സോ ദിസ് എച്ച് ഈസ് ഈസിലി റിമൂവ്ഡ് ആസ് എച്ച് പ്ലസ് അയൺസ്. പെട്ടെന്ന് മുറിഞ്ഞു പോകും, ഇലക്ട്രോൺ ഇങ്ങോട്ട് നീങ്ങിയല്ലേ നിൽക്കുന്നത്. അപ്പോൾ ഈ എച്ച് പെട്ടെന്ന് എച്ച് പ്ലസ് അയോണായിട്ട് റിമൂവ് ചെയ്ത് പോകും. സോ ഇറ്റ് ഈസ് അസിഡിക്. അതുകൊണ്ടാണ് അസറ്റിലിൻ ഈസ് അസിഡിക്. ഇറ്റ് ക്യാൻ റിയാക്ട് വിത്ത് സോഡിയം ടു ഫോം sodium salt of acetylene and would liberate hydrogen gas. അതാണ് ആൽക്കൈൻസിൻ്റെ അസിഡിക് ക്യാരക്ടർ. ആൽക്കൈൻസിന് അസിഡിക് ക്യാരക്ടർ ഉണ്ടാവാൻ കാരണം sp ഹൈബ്രിഡൈസ്ഡ് കാർബൺ ഉള്ളതുകൊണ്ടാണ്. ആ ട്രിപ്പിൾ ബോണ്ട് ഉള്ള കാർബൺ ആറ്റത്തിനേ ഉള്ളേ, ആ കാർബൺ ആറ്റത്തിലെ ഹൈഡ്രജൻ മാത്രമേ എന്തായിട്ട് റിമൂവ് ചെയ്യുള്ളൂ, എച്ച് പ്ലസ് ആയിട്ട് റിമൂവ് ചെയ്യും. CH3 CHC ട്രിപ്പിൾ ബോണ്ട് CH, ഈ ഒരു എച്ച് മാത്രമേ കിട്ടുള്ളൂ നമുക്ക്. സോഡിയവുമായിട്ട് റിയാക്ട് ചെയ്യുന്നത് ഈ എച്ച് മാത്രം, ഇതിനകത്ത് ഹൈഡ്രജനൊന്നും റിയാക്ട് ചെയ്യില്ല. ദിസ് ഈസ് sp3 ഹൈബ്രിഡൈസ്ഡ് കാർബൺ, ദിസ് ഈസ് sp ഹൈബ്രിഡൈസ്ഡ് കാർബൺ, പക്ഷേ അവിടെ ഹൈഡ്രജൻ ഇല്ല. ദിസ് ഈസ് sp ഹൈബ്രിഡൈസ്ഡ് കാർബൺ ആറ്റം. ഈ ഹൈഡ്രജനെ നമുക്ക് എച്ച് പ്ലസ് ആയിട്ട് റിമൂവ് ചെയ്തെടുക്കാം. അത് അത്രയേ ഉള്ളൂ. അസിഡിക് ക്യാരക്ടർ അപ്പോൾ കുറയും. അപ്പോൾ റിമൂവ് ചെയ്യുന്ന എച്ച് പ്ലസ് ആയതുകൊണ്ട് എണ്ണം കുറഞ്ഞാൽ അസിഡിക് ക്യാരക്ടർ കുറയും. അതാണ് അസിഡിക് നേച്ചർ ഓഫ് ആൽക്കൈൻസ്, ഒന്നാമത്തെ കെമിക്കൽ പ്രോപ്പർട്ടി. രണ്ടാമതായിട്ട് അഡീഷൻ റിയാക്ഷൻസ് ആണ്. ഈ ട്രിപ്പിൾ ബോണ്ടിലേക്ക് എന്തൊക്കെ സാധനങ്ങളെ നമുക്ക് ആഡ് ചെയ്യാം. ട്രിപ്പിൾ ബോണ്ടിലേക്ക് എന്തെങ്കിലും ആഡ് ചെയ്താൽ അത് രണ്ട് ഗ്രൂപ്പുകൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡബിൾ ബോണ്ട് ആവാം, പിന്നെ അത് സിംഗിൾ ബോണ്ട് ആവാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഹൈഡ്രജൻ ആഡ് ചെയ്ത് നോക്കാം. അഡീഷൻ റിയാക്ഷൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. അഡീഷൻ റിയാക്ഷൻ ഒന്ന് ഹൈഡ്രജൻ. ഇപ്പോൾ 2 തവണ പറഞ്ഞു ആൽക്കൈനകത്തേക്ക് ഹൈഡ്രജൻ ആഡ് ചെയ്യുന്ന റിയാക്ഷൻ നമ്മൾ 2 തവണ പറഞ്ഞു. ആൽക്കെയിൻ്റെ പ്രിപ്പറേഷൻ്റെ സമയത്തും പറഞ്ഞു, ആൽക്കീൻ്റെ പ്രിപ്പറേഷൻ്റെ സമയത്തും പറഞ്ഞു. ആൽക്കൈനെ ആൽക്കീനാക്കണമെങ്കിൽ ഹൈഡ്രജൻ ആഡ് ചെയ്യണം, പക്ഷേ അത് കൺട്രോൾഡ് ആയിരിക്കണം. ഫുൾ അഡീഷൻ നടന്നാൽ നമുക്ക് ആൽക്കെയിനാക്കി മാറ്റാൻ പറ്റും. അപ്പോൾ ആൽക്കൈൻ ഹൈഡ്രജൻ ആഡ് ചെയ്താൽ പ്രസൻസ് ഓഫ് പ്ലാറ്റിനം, പലേഡിയം ഓർ നിക്കൽ. അതിനുവേണ്ടി നമ്മൾ ലിൻഡ്ലേസ് കാറ്റലിസ്റ്റ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ എന്ത് സംഭവിക്കും? പല്ലഡൈസ്ഡ് ചാർക്കോൾ ഓർക്കുന്നില്ലേ? പല്ലഡൈസ്ഡ് ചാർക്കോൾ. അപ്പോൾ നമ്മൾക്ക് എന്ത് കിട്ടും? ആൽക്കീനായിട്ട് കിട്ടും. ഇത് ഒന്നുമില്ല, പല്ലഡൈസ്ഡ് ചാർക്കോൾ ഒന്നും ഉപയോഗിക്കുന്നില്ല. വി ആർ യൂസിങ് പ്ലാറ്റിനം, പലേഡിയം ഓർ നിക്കൽ. വി വിൽ ഡയറക്ട്ലി ഗെറ്റ് CH3CH. We'll get alkane. ഇനി നമുക്ക് ഹാലജൻ ആഡ് ചെയ്യാം. അപ്പോൾ CH ട്രിപ്പിൾ ബോണ്ട് CH, ഒരു മോളിക്കൂൾ ആഡ് ചെയ്തു. അപ്പോൾ CH Cl CH Cl ഡബിൾ ബോണ്ട്. വീണ്ടും ഒരു മോളിക്കൂളും കൂടെ ആഡ് ചെയ്താൽ CH Cl2 CH Cl. A tetrahalide is obtained. Addition of halogen. Addition of hydrogen halide ആണെങ്കിലോ CH triple bond CH plus HCl, ഒരു ഹൈഡ്രജൻ ഇവിടെ, അപ്പോൾ അത് CH2 ഡബിൾ ബോണ്ട് CH വീണ്ടും HCl. The negative part of the addendum will go to that carbon atom containing least number of hydrogen atom, right? അപ്പോൾ ക്ലോറിൻ ആറ്റം എങ്ങോട്ടേക്ക് പോയി? CH3 CH Cl2. You get a geminal dihalide. ജെമിനൽ ഡൈഹാലൈഡ്, 2 ഹാലജൻ ആറ്റവും ഒരേ കാർബൺ ആറ്റത്തിൽ തന്നെ അറ്റാച്ച് ചെയ്തിരിക്കുന്നു. ജെമിനൽ ഡൈഹാലൈഡ് ഈസ് ഒബ്റ്റെയിൻഡ്. അഡീഷൻ ഓഫ് വാട്ടർ, അഡീഷൻ ഓഫ് വാട്ടർ. അപ്പോൾ അതെഴുതണം. മെർക്കുറി സൾഫേറ്റിൻ്റെ പ്രസൻസിലെ റിയാക്ഷൻ നടക്കൂലേ.
വെള്ളത്തിനകത്ത് ഡിസോൾവ് ചെയ്യുന്ന സാധനമൊന്നുമല്ല. അതുകൊണ്ട് അസറ്റലീൻ പ്ലസ് വാട്ടർ in presence of mercury sulfate, presence of acid, acidic ഹൈഡ്രേഷനെ നടക്കുകയുള്ളൂ. അതിപ്പോൾ ആൽക്കീനകത്തും ഹൈഡ്രേഷൻ നടക്കുമ്പോൾ നമ്മൾ ആസിഡ് ആഡ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിനകത്ത് നിന്നുള്ളൊരു ഒരു മോളിക്യൂൾ വാട്ടർ ഇതിനകത്തേക്ക് ആഡ് ചെയ്യും. അപ്പോൾ എന്ത് കിട്ടും? എച്ച് ഒരിടത്തോട്ടും OH ഒരിടത്തോട്ടും CH ഡബിൾ ബോണ്ട് CH2 ഡബിൾ ബോണ്ട് CH OH. ഈ കോമ്പൗണ്ട് ഐസോമറൈസേഷൻ നടക്കും. ഇതിൻ്റെ ഒരു ഐസോമർ, ഇതിൻ്റെ സ്ട്രക്ചർ ഒന്ന് മാറി ഒരു ആറ്റം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നമുക്ക് എച്ച് ഇങ്ങോട്ട് പോകും, ഡബിൾ ബോണ്ട് ഇങ്ങോട്ടും പോകും. എച്ച് ഇങ്ങോട്ട് പോകുന്നപ്പോൾ എന്തുവായി? CH3. ഡബിൾ ബോണ്ട് അങ്ങോട്ട് പോയപ്പോൾ CH ഡബിൾ ബോണ്ട് O. പറഞ്ഞാൽ എന്നാ അത്? CH3 CHO. Aldehyde is the product. We got an aldehyde. Convert acetylene to acetaldehyde. ചോദ്യമൊക്കെ അങ്ങനെയൊക്കെയായിരിക്കും. അസറ്റലീൻ അല്ലെങ്കിൽ ഈത്തൈൻ അല്ലെങ്കിൽ ഇങ്ങനെ സ്ട്രക്ചർ തരുന്നു. CH ട്രിപ്പിൾ ബോണ്ട് CH2 CH3 CHO. How will you convert എന്നായിരിക്കും ചോദ്യം. How will you convert ഈത്തൈൻ ടു അസറ്റാൽഡിഹൈഡ് അല്ലെങ്കിൽ എത്തനാൽ? ഇതിൻ്റെ UPSC നെയിം എന്താണ്? എത്തനാൽ. ഈത്തൈൻ ടു എത്തനാൽ. എന്താ ചെയ്യേണ്ടത്? എന്തെഴുതണം? എന്താണ് ഇതിൻ്റെ മുകളിൽ എഴുതേണ്ടത്? മെർക്കുറിക് സൾഫേറ്റ് ഇൻ പ്രസൻസ് ഓഫ് സൾഫ്യൂരിക് ആസിഡ്. ഇത്രേ ഉള്ളൂ സംഭവം. ഇത്രേ ഉള്ളൂ റിയേജൻസ് നമ്മൾ ആഡ് ചെയ്യുന്നത്. പിന്നെ ബാക്കി നടക്കുന്ന റിയാക്ഷനാണ്. അത് എങ്ങനെ എഴുതണം? വാട്ടർ ആഡ് ചെയ്യുന്നു, ഇങ്ങനെ കോമ്പൗണ്ട് ഉണ്ടാകുന്നു, അതിന് ഐസോമറൈസേഷൻ നടക്കുന്നു. ഇവിടെ എങ്ങനെ നമ്മൾ ആരോ മാർക്കിൽ എന്ത് എഴുതണം? ഐസോമറൈസേഷൻ. എന്നിട്ട് CH3 CHO എന്ന് എഴുതിയാൽ മതി. അടുത്ത റിയാക്ഷൻ എന്ന് പറയുന്നത് പോളിമറൈസേഷൻ. അല്ല, നമ്മൾ പറഞ്ഞില്ലേ പോളിമറൈസേഷൻ എന്താണ്? പോളിമറൈസേഷൻ വി ഗെറ്റ് പോളിമേഴ്സ്. പോളിമേഴ്സ് എന്താണ്? എ ലാർജ് മോളിക്യൂൾ ഫോംഡ് ഫ്രം എ സ്മോൾ മോളിക്യൂൾ. ചെറിയ മോളിക്യൂളിൽ നിന്ന് ഉണ്ടാകുന്ന വലിയ മോളിക്യൂൾ കൂട്ടിച്ചേർത്ത് ഉണ്ടാകുന്ന ചങ്ങല പോലെ ഒരു ചെറിയ ചങ്ങലക്കണ്ണി. ആ കണ്ണികൾ കൂട്ടിച്ചേർത്തല്ലേ വലിയ ചങ്ങല ഉണ്ടാക്കുക എന്ന് പറയുന്നത് പോലെയാണ് പോളിമറിൻ്റെ സംഗതി. അപ്പോൾ ആ ചങ്ങലയിലെ ഒരു കണ്ണി എന്താണ്? അതിനെ നമ്മൾ വിളിക്കുന്ന പേര് മോണോമർ എന്നാണ്. ചങ്ങലയിലെ ഒരു കണ്ണി നമ്മൾ എന്ത് വിളിക്കും? മോണോമർ. മോണോമർ കൂടിച്ചേർന്ന് എന്തുണ്ടാവും? വി ഗെറ്റ് പോളിമർ. ഇവിടുത്തെ മോണോമർ ഏതാണ്? CH ട്രിപ്പിൾ ബോണ്ട് CH. അടുത്ത CH ട്രിപ്പിൾ ബോണ്ട് CH നോട്ട് കൂട്ടിച്ചേർന്നു. അപ്പോൾ എന്ത് കിട്ടി? CH ഡബിൾ ബോണ്ട് CH സിംഗിൾ ബോണ്ട് CH ഡബിൾ ബോണ്ട് CH ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് വരും. അടുത്ത CHലേക്ക് അറ്റാച്ച് ചെയ്യും. And it repeats n times to get the polymer. അതാണ് ലീനിയർ പോളിമർ. നീളത്തിൽ ജോയിൻ ചെയ്ത് പോയി. ലീനിയർ പോളിമറൈസേഷൻ. ഇവിടെ ഞാൻ ടെമ്പറേച്ചർ പറയാൻ മറന്നുപോയി. 333 Kelvin. ഹീറ്റ് ചെയ്യണേ ആ റിയാക്ഷൻ. നമ്മുടെ വാട്ടറുമായിട്ടുള്ള റിയാക്ഷൻ ചുമ്മാ നടക്കുകയില്ല, ഹീറ്റ് ചെയ്യണം. അല്ലെങ്കിൽ പോളി ഇത്തൈൻ എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഗുഡ് കണ്ടക്ടർ. അതുകൊണ്ട് നമുക്ക് പോളിഅസെറ്റിലീൻ ഈസ് യൂസ്ഡ് ആസ് ആൻ ഇലക്ട്രോഡ് ഇൻ ബാറ്ററീസ്.
These films are good conductors, lighter and cheaper than metal conductors. രണ്ടാമത്തെ പോളിമറൈസേഷൻ എന്ന് പറയുന്നത് സൈക്ലിക് പോളിമറൈസേഷൻ. ദിസ് ഈസ് ലീനിയർ പോളിമറൈസേഷൻ. ഇതിനെ നമ്മളൊരു അസറ്റിലീൻ എടുക്കുക. അസറ്റിലീനെ ഒരു ഇരുമ്പ് കുഴലിനകത്തൂടി കടത്തിവിടുക. ചൂടാക്കിയ ഇരുമ്പ് 873 കെൽവിൻ വരെ ഹീറ്റ് ചെയ്ത ഒരു ഇരുമ്പ് കുഴലിലൂടെ അസറ്റിലീനെ കടത്തിവിട്ടാൽ വിൽ ഗെറ്റ് ബെൻസീൻ. ഇവിടെ നമ്മൾ 3 അസറ്റിലീൻ, CH ട്രിപ്പിൾ ബോണ്ട്, CH ട്രിപ്പിൾ ബോണ്ട്, CH ട്രിപ്പിൾ ബോണ്ട്, CH 1 2 3 അസറ്റിലീൻ മോഡൽ. എന്ത് ചെയ്യണം? പാസ്ഡ് ത്രൂ റെഡ് ഹോട്ട് അയൺ ട്യൂബ്. ടെമ്പറേച്ചർ 873 കെൽവിൻ. ചുട്ടുപഴുത്ത ഇരുമ്പ് ദണ്ടിനകത്തൂടെ കിടത്തി, ഇരുമ്പ് കുഴലിനകത്തൂടെ കിടത്തി വിടുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? വിൽ ഗെറ്റ് ബെൻസീൻ. ചോദ്യം: ഹൗ വിൽ യു കൺവേർട്ട് ഈഥൈൻ to benzene? അപ്പോൾ നമുക്ക് ആൽക്കൈൻസിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കേണ്ടത്? ആൽക്കൈൻസിൻ്റെ പ്രിപ്പറേഷൻ ഫ്രം കാൽഷ്യം കാർബൈഡ് ആൻഡ് ഫ്രം വിസിനൽ ഡൈഹാലൈഡ്, ഡീഹൈഡ്രോഹലജനേഷൻ. രണ്ടാമത്തേത് properties of alkynes. അതിനകത്ത് addition of water and cyclic polymerization. Okay. Arenes എന്ന് വിളിക്കും. അരോമാറ്റിക് ഹൈഡ്രോകാർബൺ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേകതരം സ്മെല്ല് ഉള്ള കോമ്പൗണ്ടുകളെയാണ് അരോമാറ്റിക് കോമ്പൗണ്ട്സ് എന്ന് വിളിക്കുക. പ്ലസന്റ് സ്മെല്ലിംഗ് എന്നാണ് അരോമ എന്ന വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ അതിൻ്റെ ആ ഒരു അരോമ എന്ന വാക്കിനെ ബേസ് ചെയ്തിട്ടാണ് അരോമാറ്റിക് കോമ്പൗണ്ട്സ് എന്ന് വിളിക്കുക. അരോമാറ്റിക് കോമ്പൗണ്ട്സിലെ കാർണവർ എന്ന് പറയുന്നത് ബെൻസീനാണ്. വാട്ട് ഈസ് ബെൻസീൻ? C6H6. ദിസ് ഈസ് ബെൻസീൻ. അപ്പോൾ ഇതുപോലെ റിംഗ് സ്ട്രക്ചറുള്ള കോമ്പൗണ്ടുകളെ നമ്മൾ ബെൻസിനോയിഡ് കോമ്പൗണ്ട്സ് എന്ന് വിളിക്കും. ബെൻസീനെ പോലെയുള്ള കോമ്പൗണ്ട്സ് ആ കൂട്ടത്തിൽ വരുന്നതാണ്. ഒരു ആൽക്കൈൽ ഗ്രൂപ്പിങ്ങിനെ അറ്റാച്ച് ചെയ്ത് വന്നാൽ ടൊളുവീൻ. ബെൻസീൻ ഉണ്ട്, ടൊളുവീൻ. അതായത് മീഥൈൽ ബെൻസീൻ, മീഥൈൽ ഗ്രൂപ്പ് ബെൻസീനയിലേക്ക് അറ്റാച്ച് ചെയ്ത് വരിക. മറ്റ് OHO NH2 ഒന്നും വരുന്നത് നമ്മളിവിടെ പറയുന്നില്ല. കാരണം ഹൈഡ്രോ കാർബൺസ് മാത്രമാണ് നമ്മളിവിടെ പറയുന്നത്. കാർബണും ഹൈഡ്രജനും മാത്രമുള്ള കോമ്പൗണ്ട്സിനെ കുറിച്ചാണ് പറയുന്നത്. പിന്നെയുണ്ട് നാഫ്തലീൻ, പറ്റൗളിയ. 2 ബെൻസീൻ റിംഗ് ജോയിൻ ചെയ്ത് വന്നാൽ നമ്മളതിനെ നാഫ്തലീൻ എന്ന് വിളിക്കും. പിന്നെ ഒരു ബെൻസീൻ റിങ് വേറൊരു ബെൻസീൻ റിങ്ങിലേക്ക് ഒരു ബെൻസീൻ റിങ് കൂട്ടിച്ചേർത്തിരിക്കുന്ന 2 രീതിയിൽ കൂട്ടിച്ചേർത്തിരിക്കുക. ഇവിടെ ഇപ്പോൾ ഒരു സൈഡ് 2 പേർക്കും കൂടെ ഉള്ളതാണ്. ഇതിപ്പോൾ അങ്ങനെയില്ല, അല്ലാതെ ജോയിൻ ചെയ്തിരിക്കുവാണ്. അപ്പോൾ 2 ബെൻസീൻ റിങ്. പേര് ബൈ ഫീനൈൽ. അപ്പോൾ ഇത് നാഫ്തലിൻ, ഇത് ബൈഫിനൈൽ. നാഫ്തലിനും ബൈഫിനൈലും തമ്മിൽ എന്താ വ്യത്യാസം? നാഫ്തലിൻ എന്ന് പറയുന്നത് 2 ബെൻസീൻ റിംഗ് സയാനൈസ് ഇരട്ട പോലെയാണ്. ഒരു സൈഡ് 2 പേർക്കും അവകാശപ്പെട്ടതാണ്. ബൈഫിനൈൽ എന്ന് പറയുമ്പോൾ കൈ ഓർത്ത് പിടിച്ചിരിക്കുന്ന പോലത്തെ ഒരു ഫീലിംഗ് ആണ്.
രണ്ട് ബെൻസീൻ റിങ്ങും രണ്ടും സെപ്പറേറ്റ് ആയിട്ടുണ്ട്. അവരെ തമ്മിൽ അവർക്കിടയിലാണ് ബോണ്ട്. സോ ദീസ് ആർ ബെൻസീനോയിഡ് കോമ്പൗണ്ട്സ്. നോമൻക്ലേച്ചർ നമ്മൾ നേരത്തെ ഒന്ന് പറഞ്ഞിട്ടുണ്ട്. ബെൻസീന്, മീത്തൈൽ ബെൻസീന്, ഡൈമീത്തൈൽ ബെൻസീന്, ഓർത്തോ, മെറ്റാ, പാര സ്ട്രക്ചറുകളൊക്കെ നമ്മൾ നോമൻക്ലേച്ചർ പറഞ്ഞ സമയത്ത് പഠിച്ചതാണ്. Now coming to the structure of benzene. ബെൻസീൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഒരു കാലത്ത് ബെൻസീനെ കുറിച്ച് പഠിച്ച സമയത്ത് അല്ലെങ്കിൽ ബെൻസീനെ അറിഞ്ഞ സമയത്ത് വലിയൊരു പ്രശ്നമായിരുന്നു. കാരണം ബെൻസീൻ എന്ന് പറയുന്ന ഒരു എക്സ്ട്രാ സ്റ്റേബിൾ കോമ്പൗണ്ടാണ്. ഈ ബെൻസീൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ്? 6 കാർബൺ ആറ്റമുണ്ട്, 6 ഹൈഡ്രജൻ ആറ്റമുണ്ട്. ഇത് ഒരു സൈക്ലിക് സ്ട്രക്ചറാണെന്ന് മനസ്സിലായത് തന്നെ ഒരു സ്വപ്നദർശനമാണ്. കെക്കുലെ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റിനുണ്ടായ ഒരു സ്വപ്നദർശനമാണെന്നാണ് പറയുന്നത്. ഇതിനെക്കുറിച്ച് പഠിച്ച് നമ്മളിങ്ങനെയാണല്ലോ ചില കാര്യങ്ങൾ ഓർത്ത് കിടന്ന് ഉറങ്ങിപ്പോകുമ്പോൾ അതിനെക്കുറിച്ച് സ്വപ്നം കാണുന്നത് ഒരു സ്വാഭാവികമാണ്. അപ്പോൾ അങ്ങനെ സ്വപ്നം കണ്ടതാണ് ഒരു സ്വന്തം വാല് വിഴുങ്ങുന്ന ഒരു പാമ്പ്. സ്വന്തം വാല് വിഴുങ്ങുന്ന പാമ്പ് എങ്ങനെ ഇരിക്കും? ഒരു റിങ് പോലെ ഇരിക്കും അല്ലേ, ഒരു വളയം പോലെ ഇരിക്കും. അപ്പോൾ അതിൽ നിന്നാണ് അങ്ങനെയെങ്കിൽ അങ്ങനെ ഒരു സാധ്യത, ഒരു പോസിബിലിറ്റി എന്തുകൊണ്ട് ബെൻസീന് ആയിക്കൂടാ എന്ന് ആലോചിച്ചിട്ടാണ് ബെൻസീൻ ഈ സൈക്ലിക് സ്ട്രക്ചറുകൾ CH. അപ്പോൾ വാലൻസി കംപ്ലീറ്റ് ആവണമെങ്കിൽ ഒന്നിടവിട്ട് സിംഗിൾ ആൻഡ് ഡബിൾ ബോണ്ട്സ് വരണം. ഓരോ കാർബൺ ആറ്റത്തിലും ഓരോ ഹൈഡ്രജൻ ആറ്റം, ഒന്നിടവിട്ട് സിംഗിൾ ആൻഡ് ഡബിൾ ബോണ്ട്സ്. അപ്പോൾ ഒന്നിടവിട്ട് സിംഗിൾ ആൻഡ് ഡബിൾ ബോണ്ട്സ് വന്നു കഴിഞ്ഞാൽ ഈ ബോണ്ട് ലെങ്ത് സിംഗിൾ ബോണ്ട് ലെങ്ത് ആയിരിക്കണം, ഈ ബോണ്ട് ലെങ്ത് ഡബിൾ ബോണ്ട് ലെങ്ത് ആയിരിക്കണം. അപ്പോൾ ഈ ബെൻസീനകത്ത് 3 ഡബിൾ ബോണ്ടിൻ്റെ ലെങ്ത്തുകളും 3 സിംഗിൾ ബോണ്ടിൻ്റെ ലെങ്ത്തുകളും കാണിക്കണം. ഇപ്പോൾ സ്പെക്ട്രോസ്കോപ്പിക് സ്റ്റഡിയൊക്കെ നടത്തുമ്പോൾ സ്പെക്ട്രോസ്കോപ്പി ഉപയോഗിച്ചിട്ടാണ് ബോണ്ട് ലെങ്ത്തുകളൊക്കെ മെഷർ ചെയ്യുക. അങ്ങനെ ബോണ്ട് ലെങ്ത്തുകൾ, കാർബൺ ആറ്റങ്ങൾക്കിടയിലുള്ള ഡിസ്റ്റൻസ് മെഷർ ചെയ്യുമ്പോൾ 2 തരത്തിലുള്ള ലെങ്ത്തുകൾ വരണ്ടേ, 2 തരത്തിലുള്ള ഡിസ്റ്റൻസ് വരേണ്ടതല്ലേ. പക്ഷേ ഈ ബെൻസീനകത്ത് എല്ലാ ആറ്റങ്ങളുടെയും ഇടയിലുള്ള ലെങ്ത് ഒരുപോലെ. ഇറ്റ് ഇസ് നോട്ട് സിംഗിൾ ബോണ്ട് ലെങ്ത്, ഇറ്റ് ഇസ് നോട്ട് ഡബിൾ ബോണ്ട് ലെങ്ത്, ഇറ്റ് ഇസ് ഇൻ ബിറ്റ്വീൻ സിംഗിൾ ആൻഡ് ഡബിൾ ബോണ്ട്സ്. അപ്പോൾ അങ്ങനെ കൺഫ്യൂഷൻ വരുമ്പോൾ നമ്മൾ എടുക്കുന്ന ഒരു ഉപായമുണ്ട്. എന്താ അത്? അപ്പോൾ ഈ സ്ട്രക്ചർ അല്ല, ഇതിനകത്ത് എന്താ പ്രശ്നമുണ്ട് എന്നാൽ പിന്നെ ഇതിന് സിംഗിൾ ആൻഡ് ഡബിൾ. അപ്പോൾ നമ്മൾ ഉടനെ എന്ത് ചെയ്യും? വിൽ ഡ്രോ അനദർ സ്ട്രക്ചർ, എ സിമിലർ സ്ട്രക്ചർ. എന്താണ് ഇവിടെ ഡബിൾ വരച്ചെടുത്ത് ഇവിടെ സിംഗിൾ, ഇവിടെ സിംഗിൾ വരച്ചെടുത്ത് ഇവിടെ ഡബിൾ, ഇവിടെ ഡബിൾ വരച്ചെടുത്ത് ഇവിടെ സിംഗിൾ, ഇവിടെ സിംഗിൾ വരച്ചെടുത്ത് ഇവിടെ ഡബിൾ, ഇവിടെ ഡബിൾ വരച്ചെടുത്ത് ഇവിടെ സിംഗിൾ, ഇവിടെ സിംഗിൾ വരച്ചെടുത്ത് അവിടെ ഡബിൾ. അപ്പോൾ അതൊന്ന് മാറ്റി വരച്ചു. അനദർ സ്ട്രക്ചർ, അനദർ പോസിബിൾ സ്ട്രക്ചർ. അപ്പോൾ ഇതിനകത്ത് ഇവിടെ സിംഗിൾ ബോണ്ടാണെങ്കിൽ ഇത് ഡബിൾ ബോണ്ടാണ്. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ കോമ്പിനേഷൻ ആയിരിക്കും. അത് അറിയിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു? വിൽ സേ എ റെസൊണൻസ്. ബെൻസീനകത്ത് റെസൊണൻസ് ഉണ്ട്. റെസൊണൻസ് എന്ന് പറഞ്ഞാൽ ഈ 2 സ്ട്രക്ചറുകളും നിലനിൽക്കുന്നുണ്ട് എന്നല്ല അർത്ഥം. റെസൊണൻസ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നമ്മൾ ഒരു സ്ട്രക്ചർ കൊണ്ട് ഒരു കോമ്പൗണ്ടിനെ വിശദീകരിക്കാൻ പറ്റുന്നില്ല, അതിൻ്റെ എല്ലാ കാര്യങ്ങളും വിശദീകരിക്കാൻ പറ്റുന്നില്ല. നമുക്ക് ചില കാര്യങ്ങളൊക്കെ ഈ സ്ട്രക്ചർ വെച്ച് വിശദീകരിക്കാൻ പറ്റും, ചില കാര്യങ്ങളൊക്കെ ഈ സ്ട്രക്ചർ വെച്ച് വിശദീകരിക്കാൻ പറ്റും. പക്ഷേ ഈ 2 കോമ്പൗണ്ടുകളും എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ദ ആക്ച്വൽ സ്ട്രക്ചർ ഈസ് ഇൻ ബിറ്റ്വീൻ ദീസ് 2 സ്ട്രക്ചേഴ്സ്. അപ്പോൾ നമ്മളെപ്പോഴും ഇങ്ങനെ CH വരയ്ക്കാറില്ല. വി ജസ്റ്റ് ഡ്രോ ദ ലൈൻസ്. ഓരോ കോർണറിലും കാർബൺ ആറ്റം ഇരിക്കുന്നു എന്നാണ് അർത്ഥം. കാർബണിൻ്റെ വാലൻസ് സാറ്റിസ്ഫൈ ചെയ്യാൻ ആവശ്യമായ ഹൈഡ്രജനും അവിടെ ഉണ്ടായിരിക്കും. എന്നിട്ട് നമ്മൾ ഡബിൾ ബോണ്ടിലുള്ളടത്ത് 2 വര വരയ്ക്കും, സിംഗിൾ ബോണ്ടിലുള്ളടത്ത് 1 വര. ഇതെന്താണ്? ഇത് തമ്മിൽ എന്താ വ്യത്യാസം? Now, benzene is a combination of these 2 structures. ഇത് സ്ട്രക്ചേഴ്സിനെ നമ്മൾ വിളിക്കുന്നത് കെക്കുലെ സ്ട്രക്ചർ എന്നാണ്. കെക്കുലെ.
കെക്കുലെ പറഞ്ഞ് അവസാനിപ്പിച്ചത് എങ്ങനെയാണ്? ബെൻസീൻ ഈസ് എ റെസൊണൻസ് ഹൈബ്രിഡ് ഓഫ് ദീസ് ടു സ്ട്രക്ചേഴ്സ്. ബെൻസീൻ എന്ന് പറയുന്നത് ഈ രണ്ട് സ്ട്രക്ചറുകളുടെയും ഒരു കോമ്പിനേഷനാണ്. ഐദർ ഓഫ് ദീസ് സ്ട്രക്ചേഴ്സ് ഡസ് നോട്ട് എക്സിസ്റ്റ്. ഈ രണ്ട് സ്ട്രക്ചറുകളും നിലനിൽക്കുന്നില്ല. പിന്നെയോ ഇവരുടെ രണ്ടുപേരുടെയും കൂടി ഒരു കോമ്പിനേഷനാണ് റിയൽ സ്ട്രക്ചർ. പിന്നെ അതിൽ നിന്ന് നമ്മുടെ വാലൻസ് ബോണ്ട് തിയറിയിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ അവിടെ നമ്മൾ എങ്ങനെ ഇത് എക്സ്പ്ലെയിൻ ചെയ്യും? ഹൈബ്രിഡൈസേഷൻ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യും അല്ലേ? ഹൈബ്രിഡൈസേഷൻ അനുസരിച്ച് ഡബിൾ ബോണ്ടുള്ള ഒരു കാർബൺ ആറ്റം ഏത് ഹൈബ്രിഡൈസേഷനാണ് എടുക്കുക? sp2 ഹൈബ്രിഡൈസേഷൻ. അപ്പോൾ ഒരു കാർബൺ ആറ്റം sp2 ഹൈബ്രിഡൈസ്ഡ്, 3 sp2 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽസ്, 3 sp2 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽസ്. അടുത്ത കാർബൺ ആറ്റം sp2 hybridized orbitals. അടുത്ത കാർബൺ ആറ്റം sp2 hybridized orbitals. കാർബൺ ആറ്റം ഇപ്പോൾ 1 2 3. അടുത്ത കാർബൺ ആറ്റം sp2 hybridized orbitals. എല്ലാം പ്ലെയിനാറാണ് വിത്ത് ബോണ്ട് ആംഗിൾ ഓഫ് 120. 3 ഒരു ട്രയാങ്കിളിൻ്റെ 3 കോർണറിലേക്കാണ് നിൽക്കുന്നത്. അടുത്ത കാർബൺ ആറ്റം sp2 hybridized orbitals. അടുത്ത കാർബൺ ആറ്റം sp2 hybridized orbitals. ഇപ്പോൾ എന്തൊക്കെ ബോണ്ടുകൾ ഉണ്ടായി നോക്കൂ. ഇവിടെ ഒരു കാർബൺ ആറ്റം ഉണ്ടായിരുന്നു, ആദ്യം വരച്ച കാർബൺ. sp2 hybridized orbitals overlap ചെയ്തു സിംഗിൾ ബോണ്ട്. ഇവിടെ ഒരു കാർബൺ ആറ്റം sp2 hybridized orbitals overlap ചെയ്തു സിംഗിൾ ബോണ്ട്, സിംഗിൾ ബോണ്ട്, സിംഗിൾ ബോണ്ട്, സിംഗിൾ ബോണ്ട്, ഒരു റിംഗ് ഫോം ചെയ്തേ. ഇനി ഈ കാർബൺ ആറ്റത്തിൽ ഇവിടെ ഒരു ഓർബിറ്റൽ നിൽപ്പുണ്ട്. ദിസ് വിൽ ഓവർലാപ്പ് വിത്ത് ഹൈഡ്രജൻ. 1s orbital of hydrogen, 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 hydrogen. And what is remaining? എല്ലാ കാർബൺ ആറ്റത്തിലും ഒരു അൺഹൈബ്രിഡൈസ്ഡ് pz ഓർബിറ്റൽ sp2 എടുക്കും. പിയിൽ മൂന്നാമത്തെ ഓർബിറ്റൽ വെറുതെ ഇരിക്കുന്നുണ്ട്, മൂന്നാമത്തെ ഓർബിറ്റൽ വെറുതെ ഇരിക്കുന്നു. അപ്പോൾ അതിങ്ങനെ ഇതെല്ലാം ഒരേ പ്ലെയിനിലല്ലേ? ഇത്രയും കാർബൺ ആറ്റങ്ങൾ ഒരേ പ്ലെയിനിൽ നിൽക്കുന്നു. 6 കാർബൺ ആറ്റവും ഒരേ. എല്ലാ കാർബൺ ആറ്റത്തിലും ഓരോ pz ഓർബിറ്റൽ ഇങ്ങനെ അവർ ഈ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഇങ്ങനെ നിൽക്കും. ഒരു pz, 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 6. ഈ 6 pz ഓർബിറ്റലുകൾ ഇതിങ്ങനെ ഒന്ന് മുകളിലേക്കും ഒന്ന് താഴോട്ട് നിൽക്കുന്നതായി സങ്കല്പിക്കണം. സങ്കല്പമൊക്കെ നിങ്ങളുടെ അവകാശമാണ്. അപ്പോൾ ഇത് തമ്മിൽ ഓവർലാപ്പ് ചെയ്യുന്നു വിചാരിക്കുക, അപ്പോൾ അവിടെ ഡബിൾ ബോണ്ട്. ഇവർ തമ്മിൽ ഓവർലാപ്പ് ചെയ്തു വിചാരിക്കുക, അവിടെ ഡബിൾ ബോണ്ട്. ഇവർ തമ്മിൽ ഓവർലാപ്പ് ചെയ്തു വിചാരിക്കുക, അവിടെ ഡബിൾ ബോണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ ഡബിൾ ബോണ്ട് ഉണ്ടായി. ഇവിടെ ഡബിൾ ബോണ്ട്, ഇവിടെ ഡബിൾ ബോണ്ട്, ഇവിടെ അങ്ങോട്ടേ ഓവർലാപ്പ് ചെയ്യാവുള്ളൂ, നിർബന്ധമല്ലോ. ഇവർ തമ്മിൽ ഓവർലാപ്പ് ചെയ്യാമല്ലോ, അങ്ങനെയാണെങ്കിൽ അവിടെ ഡബിൾ ബോണ്ട്, ഇവിടെ ഡബിൾ ബോണ്ട്. ഇവർ തമ്മിൽ ഓവർലാപ്പ് ചെയ്യാമല്ലോ, അങ്ങനെയാണെങ്കിൽ ഇവിടെ ഡബിൾ ബോണ്ട്. ഇവർ തമ്മിൽ ഓവർലാപ്പ് ചെയ്യാമല്ലോ, അങ്ങനെയാണെങ്കിൽ ഇവിടെ ഡബിൾ. 2 പോസിബിലിറ്റി ഉണ്ട് അല്ലേ? അപ്പോൾ എന്ത് സംഭവിക്കും? ഈ pz ഓർബിറ്റലിൻ്റെ മുകളിലത്തെ ലോബെല്ലാം കൂടെ അങ്ങോട്ട് മിക്സ് ചെയ്യും. അപ്പോൾ ഒരു ഇലക്ട്രോൺ ക്ലൗഡ് ഇങ്ങനെ മുകളിൽ ഇങ്ങനെ ഒരു ഇലക്ട്രോൺ ക്ലൗഡ് ഇങ്ങനെ മുകളിൽ ആ പി ഓർബിറ്റൽസിൻ്റെ മുകളിലത്തെ ലോബെല്ലാം കൂടെ കൂടി ചേർന്നുണ്ടായത് ഇലക്ട്രോൺ. താഴത്തെ ലോബുകളെല്ലാം കൂടെ കൂടി ചേർന്നൊരു ഇലക്ട്രോൺ ക്ലൗഡ് താഴെ. അപ്പോൾ താഴെയും ഒരു ഇലക്ട്രോൺ ക്ലൗഡ്. സാൻഡ്വിച്ചൊക്കെ ഉണ്ടാക്കത്തില്ല, ബ്രെഡിൻ്റെ ഒരു ബ്രെഡ് മുകളിൽ, അല്ലെങ്കിൽ ബ്രെഡും ജാമും കൂടെ ഇരിക്കുന്നതായിട്ട് ഓർത്താലും മതി. സാൻഡ്വിച്ചെങ്കിൽ സാൻഡ്വിച്ച്, ബർഗറെങ്കിൽ ബർഗർ,
എന്താണെന്ന് വെച്ചാൽ അത് മുകളിൽ ഒരു ബണ്ണിൻ്റെ കഷ്ണം, താഴെ ഒരു ബണ്ണിൻ്റെ കഷ്ണം, നടുക്ക് ചിക്കൻ കട്ട്ലേറ്റ്. അപ്പോൾ ചിക്കൻ കട്ട്ലേറ്റ് ആയിട്ട് ഇരിക്കുന്നത് എന്താണ്? ബെൻസീൻ റിംഗ്. മുകളിലത്തെ ബണ്ണ് പി ഓർബിറ്റലിൻ്റെ മുകളിലത്തെ ക്ലൗഡ്, താഴത്തെ ബണ്ണ് പി ഓർബിറ്റലിൻ്റെ താഴത്തെ ക്ലൗഡ്. അപ്പോൾ അതാണ് ബെൻസീൻ റിങ്ങിൻ്റെ ഒരു പരുവം. ഇറ്റ്സ് എ പ്ലെയിനാർ മോളിക്യൂൾ. ഇലക്ട്രോൺ ക്ലൗഡ് ഇങ്ങനെ മുകളിലും താഴെയുമുണ്ട്. പി ഓർബിറ്റൽസിലെ ഇലക്ട്രോണുകളെല്ലാം കൂടി ഓവർലാപ്പ് ചെയ്താതെ ഇങ്ങനെ അവിടെ ഒഴുകിപ്പരന്ന് കിടക്കുന്നതായിട്ട് സങ്കല്പിക്കും. അപ്പോൾ അത് നമുക്ക് വരയ്ക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് എപ്പോഴും ബണ്ണ് വരയ്ക്കാൻ പറ്റില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യും? 6 റിങ് വരയ്ക്കും. ദെൻ വി പുട്ട് എ റിങ് ഇൻ ദ സെൻറ്റർ. അടുക്കൊരു വട്ടം വരയ്ക്കും. അങ്ങനെയാണ് നമ്മൾ ബെൻസിൻ റിങ് വരയ്ക്കുക. അപ്പോൾ ഈ ബെൻസിൻ റിങ് വരയ്ക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ഇരിക്കണം. നമ്മൾ ബെൻസിൻ റിങ് വരയ്ക്കുമ്പോൾ ഇങ്ങനെ വരയ്ക്കരുത്. നിങ്ങളുടെ പലരും വരയ്ക്കുന്ന ഞാൻ കണ്ടിട്ടുള്ളതാണ്. ഏകദേശം ഒരു റെഗുലർ ഹെക്സഗൺ വരയ്ക്കും. സ്കെയിൽ വെച്ച് വരയ്ക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ഡ്രോ റെഗുലർലി, ദെൻ യു ക്യാൻ ഡ്രോ റെഗുലർ ഹെക്സഗൺ. ഏകദേശം ഒരുപോലെ ഇരിക്കുന്ന കുറച്ച് വലുപ്പമുള്ള റിങ്. ഇത് തീരെ അങ്ങോട്ട് കുഞ്ഞിതാക്കി ഇങ്ങനെ വരച്ചാൽ, സ്ഥലം ലാഭിക്കാനായിട്ട് കുഞ്ഞിതായിട്ട് വരച്ചാൽ പിന്നെ ഇതിനകത്തൊരു ഗ്രൂപ്പിനെയോ അല്ലെങ്കിൽ ഇവിടെയുള്ള ഒരു ഇലക്ട്രോൺ ട്രാൻസ്ഫറോ ഒന്നും നമുക്ക് ഒരിക്കലും ക്ലിയർ ആയിട്ട് കാണിക്കാൻ പറ്റില്ല. അപ്പോൾ എപ്പോഴും നമ്മൾ ബെൻസിൻ റിങ് വരയ്ക്കുമ്പോൾ സാമാന്യം എന്ന് വെച്ചാൽ ആന വഴുപ്പ് ഒരു ബുക്ക് നിറച്ച് ബെൻസിൻ റിങ് വരയ്ക്കണമെന്ന് ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. സാമാന്യ വലുപ്പത്തിലുള്ള ബെൻസിൻ റിങ് വരയ്ക്കുക. അതിന് നടുക്കുള്ള വട്ടം വരയ്ക്കാൻ മറന്നു പോകരുത്. പൈ ഇലക്ട്രോൺസ് അതിനകത്തുണ്ട്. ഈ പൈ ഇലക്ട്രോൺസ് എല്ലാ കാർബൺ ആറ്റത്തിനും അവൈലബിൾ ആണെന്നുള്ളതാണ് സൂചന. എന്നുവെച്ചാൽ എവിടെയെങ്കിലും ഒരു പൊസിഷനിൽ മാത്രമായിട്ട് ഏതെങ്കിലും ഒരു ഡബിൾ ബോണ്ട് മാത്രം, എവിടെയെങ്കിലും ഒരിടത്ത് ഡബിൾ ബോണ്ട്, അടുത്ത് സിംഗിൾ ബോണ്ട്, അങ്ങനെയില്ല. എല്ലാത്തിനും പാർഷ്യൽ ഡബിൾ ആൻഡ് സിംഗിൾ ബോണ്ട് ക്യാരക്ടർ ഉണ്ട്. ആ രീതിയിലാണ് ബെൻസിൻ്റെ സ്ട്രക്ചർ വരുന്നത്.